ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. പ്രൈസ് ആക്ഷൻ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പ്രൈസ് ആക്ഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആദ്യത്തെ വീഡിയോ ഇന്നലെ ഇറക്കിയിരുന്നു കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച്. 90 വ്യൂസ് ആണ് വന്നേക്കണത്, 91 വ്യൂസ് ആണ് വന്നേക്കണത്. അതിൽ 1-2 വട്ടം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിവേ 10-70 പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച്, അതുകൊണ്ടായിരിക്കാം ആൾക്കാർ കാണാത്തത്. പക്ഷെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാണ്ട് വളരെ എളുപ്പത്തിലാണ് നമ്മൾ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ 90 വ്യൂസ് ഒക്കെ, ഇതൊരു 14 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഏകദേശം നമ്മൾ ഈ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഈ വീഡിയോ ഇടുന്നത്. സോ അതിനുള്ള ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ആവുന്നുണ്ട്. എനിവേ നമ്മളൊരു വാക്ക് പറഞ്ഞു, ഈ ഒരു 91 പേരിൽ ഒരു 70 പേരെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ട് അവർക്ക് കുറച്ച് വെർത്തായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ ഒരു 70 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗോയിങ് ഫോർവേഡ്, ഞാൻ മുമ്പ് ഗീവ് അവേയിൽ പറഞ്ഞ പോലെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇത് പ്രൈവറ്റ് ആക്കുമായിരിക്കും. അപ്പോൾ ഇത് പബ്ലിക് ആയിട്ട് എല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാൻഡിൽ സ്റ്റിക്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഈ വീഡിയോന്റെ താഴെ തന്നെ നമ്മൾ ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ വന്ന് ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ മാക്സിമം പറ്റുന്നത്ര പറഞ്ഞു തരാൻ ശ്രമിക്കും. റെസ്പോൺസ് കുറച്ച് ഡിലേ ആയാലും, പേഴ്സണൽ മെസ്സേജ് അതിനേക്കാളും ഗ്രൂപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ കുറച്ച് ഡിലേ ആയാലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ, ഡിലേ ആവില്ല, മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. സോ ഇന്ന് അതിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച്, ഈ ട്രേഡിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് ഉള്ളത്, എങ്ങനെയാണ് സ്ട്രക്ചർ ഫോം ചെയ്തത്, നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്തൊരു ഭാഗം, അടുത്തത് പറഞ്ഞ ട്രെൻഡ്സിനെ കുറിച്ചാണ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത് നേരെ വീഡിയോയിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഈ വീഡിയോന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഇത്തീരിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആയ EPNS ആണ്. ഇവരുടെ ടോക്കൺ എന്ന് പറയുന്നത് പുഷ് ടോക്കൺ ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്താണ് ഈ ടോക്കൺ ചെയ്യുന്നത്, ഇവരുടെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ആവാം Web3 കോൺട്രിബ്യൂട്ടർ, എങ്ങനെയാണ് Web3 കോൺട്രിബ്യൂട്ടർ ആവുക, എങ്ങനെയാണ് ഇവിടെ ഒരു കാരിയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ പുഷ് നോട്ടിഫിക്കേഷൻ എക്സാമ്പിൾ, പുഷ് ടോക്കൺ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് പുഷ് ടോക്കൺ എന്നുള്ളത്, എന്താണ് ഇവരുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളതും ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ ഗവേണൻസ് മോഡലും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ട്വിറ്ററിനകത്തും ട്വീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യാം, താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിനകത്ത് ഞാൻ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റാത്ത, ആവശ്യമില്ലാത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിക്ക് പോലും വ്യൂസ് ഇത് കിട്ടുന്നില്ല. സോ കൂടുതൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ അവിടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ട്വിറ്റർ. സോ ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Web3ക്ക് നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സോ ഇവരുടെ നല്ലൊരു പ്രൊജക്റ്റാണ്, ഇന്ത്യൻ പ്രൊജക്റ്റാണ്. സോ എല്ലാവരും വർത്ത് ബൈയിങ് എന്ന് പറയാം. നല്ല രീതിയിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ടോക്കൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഗോയിങ് ഫോർവേഡ് ഡാപ്സും ഡെക്സും എല്ലാം ഇംപ്രൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ അഡോപ്ഷൻസും കൂടും, കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യാനും താല്പര്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും വാങ്ങണമെങ്കിൽ വാങ്ങാം. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെന്റ് എടുക്കരുത്, പക്ഷേ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആദ്യം സ്ട്രക്ചേഴ്സ് എന്താണെന്ന് പറയുന്നത് നമ്മളൊരു വൈറ്റ് ബോർഡിനകത്ത് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് ചാർട്ടിനകത്ത് പോയിട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് എത്ര സ്ട്രക്ചേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ 2 സ്ട്രക്ചറേ ഉള്ളൂ. ഒന്നിൽ സ്ട്രക്ചർ ഹൈ അല്ലെങ്കിൽ സ്ട്രക്ചർ ലോ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിൽ പരസ്പരം ബന്ധിപ്പിച്ച് വരുന്ന സ്ട്രക്ചേഴ്സുകളാണ്. സോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സ്ട്രക്ചർ ഹൈ എന്താണ്, സ്ട്രക്ചർ ലോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് എവിടെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ എങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ ഹൈ മനസ്സിലാക്കാൻ പറ്റുക? സ്ട്രക്ചർ ഹൈ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചാർട്ടിനകത്ത് ഒരു എ പോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പം എ, ഇങ്ങനെ കറക്റ്റ് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇത്രയ്ക്കില്ലെങ്കിലും ഒരു എ പോലെയുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് ചാർട്ടിനകത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ട്രക്ചർ ഹൈ എന്ന് പറയും. എങ്ങനെ? സ്ട്രക്ചർ ഹൈ എന്ന് പറയും. സോ ഇതേപോലെ സ്ട്രക്ചർ ലോ എന്ന് പറയുന്നത് താഴത്തേക്ക് വന്ന് ഒരു വി പോലെ, ഇങ്ങനെ വി ഫോം ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഇതിന്റെ ഈ ഒരു വിയുടെ കുനിപ്പ്, നമുക്ക് ഈ ഒരു കുനിപ്പാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒരു കുനിപ്പ് പോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ട്രക്ചർ ലോ എന്ന് പറയും. സോ സ്ട്രക്ചർ ഹൈ എന്താണ്, സ്ട്രക്ചർ ലോ എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. എ, വി എന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ എ എന്നുള്ളത് സ്ട്രക്ചർ ഹൈ, വി എന്നുള്ളത് സ്ട്രക്ചർ ലോ. സോ ഈ 2 സ്ട്രക്ചറിന്റെ ബേസിലാണ് നമ്മൾ ട്രെൻഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നത്. നമുക്കറിയാം ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡ് പോകുന്നു. എല്ലാവരും മാർക്കറ്റിൽ വീഡിയോ ചെയ്യുന്നവർ, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവർ പറയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രെൻഡിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യണം എന്നൊക്കെ പറയും. സോ ഈ ട്രെൻഡ് എല്ലാം മനസ്സിലാവുന്ന എന്തിന്റെ ബേസിലാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചറിന്റെ ബേസിലാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാൻഡിൽ സ്റ്റിക്സ് ആണെങ്കിലും അതുപോലെ സ്ട്രക്ചർ ആണെങ്കിലും നിങ്ങൾ ചാർട്ടിനകത്തൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഹൈ ഏതാണ് ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വളരെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ട് കുറേ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അതിൽ ഒരു ചാർട്ടിനകത്ത് തന്നെ ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഇതിപ്പം BTCയിൽ തന്നെ വേണമെന്നില്ല, ഫോറക്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. ഫോറക്സ് ഭയങ്കര അടിപൊളി മാർക്കറ്റാണ്. നമുക്കും ഏറ്റവും കൂടുതൽ
പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഫോറക്സ്. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് പറയാം. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ടിനകത്ത് സ്ട്രക്ചർ ഹൈയും സ്ട്രക്ചർ ലോയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ എ എന്ന് പറഞ്ഞുള്ളത് ഹൈയും ബി എന്ന് പറഞ്ഞിട്ടുള്ള ലോയുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാണെങ്കിൽ ഇപ്പോൾ BTC USDTയുടെ ചാർട്ടിനെ എടുത്ത് കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഏതൊക്കെ ഹൈ ലോ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെ കുറേ സംഭവം വരുന്നുണ്ട്, ഇതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾക്ക് അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡ് ഉണ്ട്. ക്യാൻഡിൽ 6 തന്നെ വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. സോ നിങ്ങൾ അത് സ്റ്റാർ ചെയ്ത് വെക്കാം. നമുക്ക് ഈ പാത്ത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിനകത്ത് നമുക്ക് ഇത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. ക്യാൻഡിൽ 6 എപ്പോഴും കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻഡിൽസിന്റെ രൂപം മാറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈൻ ആക്കിയിട്ട് മാറ്റുക. സോ ലൈൻ ആയിട്ട് മാറ്റുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എയും ബിയും ഈസി ആയിട്ട് ഫൈനലൈസ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഏതൊക്കെയാണ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കോ. ഇത് ഒരു ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതൊരു ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഇല്ലേ? കാരണം എന്താണ്, ഇതൊരു എ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ കാണുന്നത്? ഇതൊരു എ എന്നുള്ള കുനിപ്പന്നല്ലേ കാണുന്നത്? ഇത് എ ആയിട്ട് കാണുന്നു. ഇത് നിങ്ങൾക്ക് എ ആയിട്ടല്ലേ കാണുന്നത്? ഇത് നിങ്ങൾക്ക് എ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതും സ്ട്രക്ചർ ഹൈ ആണ്. ഇത് നിങ്ങൾക്ക് എ ആയിട്ടല്ലേ കാണുന്നത്? സോ ഇതും ഒരു സ്ട്രക്ചർ ഹൈ ആണ്. ഇത് ലോവർ ഹൈ ആണോ ഹയർ ഹൈ ആണോ അതെല്ലാം ഡിനോമിനേഷനിൽ വരും, നെയിമിംഗ് കൺവെൻഷനിൽ വരും. അതൊന്നും നമ്മൾ നോക്കണ്ട. ഇപ്പം നമ്മൾ സ്ട്രക്ചർ ഹൈ സ്ട്രക്ചർ ലോ എന്നുള്ളത് ഇത് നോക്കി. ഇതൊരു എ ആണ് കാണുന്നത്, ഇതൊരു ഹൈ ആണ്. സോ ഇത് നമുക്ക് കാണുമ്പോൾ പിന്നെ അടുത്തത് ഈ ഒരു ഭാഗം കാണുന്നത് ഹൈ ആണ്, ഈ ഒരു ഭാഗം കാണുന്നത് ഹൈ ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ക്യാൻഡിൽസ് മാറ്റി ലൈൻ ആയിട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഇത് നിങ്ങൾ തിരിച്ചതേപോലെ ഇത് ക്യാൻഡിൽസിനകത്ത് തന്നെ നമുക്ക് വേണ്ടത് ക്യാൻഡിൽസ് ആണ്. സോ ക്യാൻഡിൽസിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുക? സോ അതിലും വലിയ ഡൗട്ടുകളൊന്നും ഇല്ല. ക്യാൻഡിൽസിനകത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. കാരണം ക്യാൻഡിൽസ് വെച്ച് കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് വരുന്നുണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ നമുക്ക് ക്യാൻഡിൽസിനെ നോക്കാം. ഈ ക്യാൻഡിൽസ് നോക്കി ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്ന് വിചാരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ഒരു ഹൈ ആണ്, കണ്ടില്ലേ? ഇത് ഹൈ അല്ലേ? കാരണം ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കുനിപ്പല്ലേ? നിങ്ങൾക്ക് ഇത് കുനിപ്പ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ പാത്ത് അത് കുറച്ചുകൂടി കാണിച്ചത്. ഈ ഒരു പാത്ത് നിങ്ങൾ എടുക്കുക, ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക, മേലേക്ക് പോയി താഴത്തേക്ക് വന്നു, മേലേക്ക് പോയി താഴത്തേക്ക്, മേലേക്ക്. ഇത് നമ്മൾ ആ കറക്റ്റ് ആ ക്യാൻഡിലിനനുസരിച്ച് ഒരു പാത്ത് വരയ്ക്കുക. വലിയ രീതിയിൽ വരയ്ക്കുക. നിങ്ങൾ ചെറിയ ചെറിയ വൈറ്റും ബീറിഷും ഒന്നും നോക്കണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം. സോ ഇവിടെ നോക്കി, ഇനി നോക്ക്, ഇതൊരു ഹൈ ആണ്. ഇവിടെ നമുക്ക് എ കിട്ടി, ഹൈ ആണ്. അടുത്ത് ഇതെന്താ? ഇത് ഹൈ ആണ്. അത് കഴിഞ്ഞാൽ ഇതെന്താ? ഇതും ഹൈ ആണ്. ഇതൊക്കെ സ്ട്രക്ചർ ഹൈ ആണ്, എല്ലാം സ്ട്രക്ചർ ഹൈ ആണ്. ഇത് താഴത്തെ ലോ ഡൗൺ ട്രെൻഡിലാണോ അപ് ട്രെൻഡിലാണോ അതൊന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. സ്ട്രക്ചർ ഹൈയും ലോയും മാർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ഇത്രയും നമുക്ക് സ്ട്രക്ചർ ഹൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സ്ട്രക്ചർ ലോ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വേണ്ട എന്തായിരുന്നു ഷേപ്പ്? എൽ, അതായത് വി എന്നുള്ള ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് നോക്കി ഇവിടെ നോക്കുമ്പോൾ ഒരു വി അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയേക്കണേ? ഇതൊരു വി അല്ലേ? സോ ഇത് സ്ട്രക്ചർ ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ? കിട്ടും, കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താ? ഇതും ഒരു ലോ ആണ്. കാരണം സ്ട്രക്ചർ ലോ ആയിട്ടാണ് നമ്മൾ ഇതും കൺസിഡർ ചെയ്യണം. ഇതും ലോ ആണ്. അത് കഴിഞ്ഞ് ഇത് നോക്കിയേ, ഇതും നമുക്ക് ലോ ആണ്. ഇവിടെ നമുക്ക് ഇതും ഒരു വി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അതും നമ്മൾ സ്ട്രക്ചർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ എന്താ? ഇതും സ്ട്രക്ചർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ഒരു ഭാഗവും സ്ട്രക്ചർ ലോ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. കാരണം ഹൈയും ലോയും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഒരു ചാർട്ടിനകത്ത് നിങ്ങൾ ചുമ്മാ ഒരു ചാർട്ടിനെടുത്ത് 1 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ 1 മണിക്കൂറോ എത്ര മിനിറ്റിന്റെ ടൈം ഫ്രെയിം വേണേൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ലൈൻ വരച്ചിട്ടാണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, പ്രിഫറബിളി ക്യാൻഡിൽസ് വെച്ച് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ലൈൻ ചാർട്ടിലേക്ക് പോകാണ്ടിരിക്കുക. ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഹൈയും ലോയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾ അങ്ങനെ തന്നെ മാക്സിമം ട്രൈ ചെയ്യുക. ഈ ലൈൻ മീൻസ് ലൈൻ ചാർട്ടിലേക്ക് പോകാണ്ട് നിങ്ങൾ ക്യാൻഡിൽസിനകത്ത് ഈ പാത്ത് വരച്ചിട്ട് ചെയ്തു. ആദ്യം നിങ്ങൾ ഈ പാത്ത് വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഈ ക്യാൻഡിൽസിനെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പാത്ത് വരച്ചിട്ട് അത് എവിടെ എടുക്കാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഈ ഒരു ഭാഗത്ത് വന്ന് പാത്തിനകത്ത് ഈ ഒരു പാത്ത് നിങ്ങൾ വരച്ചിട്ട് ക്യാൻഡിൽസിനെ തന്നെ സ്ട്രക്ചർ ഹൈയും ലോയും മാർക്ക് ചെയ്ത് പഠിക്കുക. ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക. മാർക്ക് ചെയ്ത് പഠിക്കാമെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മാർക്ക് തറോ ആക്കുക. നമ്മൾ എത്രത്തോളം ചാർട്ടിൽ സ്പെൻഡ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ് നമുക്ക്. സോ അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. സോ ഇന്ന് ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എപ്പിസോഡ് ഇനിയും ചെയ്യാണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാണ്ട്. സോ സ്ട്രക്ചർ ഹൈ സ്ട്രക്ചർ ലോ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ട്രെൻഡ്സ്, ഈ ഒരു സ്ട്രക്ചറിന്റെ ബേസിൽ എങ്ങനെയാണ് ട്രെൻഡ് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ നെയിമിംഗ് കൺവെൻഷൻ ഉണ്ട്. ഈ സ്ട്രക്ചർ ഹൈ ലോ ഒക്കെ നെയിമിംഗ് കൺവെൻഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.